ആംബിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വിജയോത്സവം ചെറുപുഴ പ്രശാന്ത് ഓഡിറ്റോറിയത്തിൽ നടന്നു. SSLC +2 പരീക്ഷയിൽ ഫുൾ A+ നേടിയ വിദ്യാർത്ഥികളെയും LSS USS നേടിയ വിദ്യാർത്ഥികളെയും ഡോക്ടറേറ്റ് നേടിയവരെയും കായിക രംഗത്ത് മികച്ച പ്രകടനം നടത്തിയവരെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ഉദ്ഘാടന യോഗത്തിൽ ചെറുപുഴ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ അധ്യക്ഷത വഹിച്ചു. വി കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയി, ജില്ലാ പഞ്ചായത്ത് അംഗം AV ലേജു, ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലീന വില്യം, KD പ്രവീൺ, ലളിത ബാബു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രേഷ്മ വി രാജു, ജോമോൾ പുറവക്കാട്ട്, പഞ്ചായത്ത് അംഗങ്ങളായ PJ ജോസ്, അനീഷ് ആന്റണി, പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റായ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങി ധാരാളം പേർ ചടങ്ങിൽ പങ്കെടുത്തു. ചെറുപുഴ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ദിവസമാണ്. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്ത് വിവിധ വാർഡുകളിൽ വിവിധ മേഖലകളിൽ നിന്ന് വിജയിച്ചു വന്ന SLC, +2, LSS, USS, അതുപോലെ മറ്റ് കായിക മേഖലകളിൽ അങ്ങനെ വിവിധങ്ങളായ മേഖലകളിൽ വിജയിച്ചു വന്ന പ്രതിഭകളെ ഒന്നായി ചേർത്തുകൊണ്ട് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ആദരിക്കുകയാണ്. കുട്ടികളെ അനുമോദിക്കാനാണ് ഇന്ന് നാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് തിളക്കമാർന്ന വിജയം നേടിയ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഹൃദയപൂർവ്വം അഭിനന്ദനം അറിയിക്കുകയാണ്. നമുക്കറിയാം, A+ എന്നത് ഒരു ഗ്രേഡോ സർട്ടിഫിക്കറ്റോ ഒന്നുമല്ല. നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും വിജയമാണ്. അതിന് സമൂഹം നൽകുന്ന ആദരവാണിത്. നിങ്ങളുടെ ഈ വിജയത്തിന് മുൻപിൽ നിങ്ങളെപ്പോലെ തന്നെ പ്രയത്നിച്ച ഒട്ടനവധി ആൾക്കാരുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവരാണ് നിങ്ങളുടെ അധ്യാപകർ. ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് IQ വളരെ ഉയർന്ന തോതിലുള്ള കുട്ടികളാണ്. പഠിപ്പിക്കാനുള്ള ശേഷി പഴയകാലത്ത് രക്ഷിതാക്കൾക്കുണ്ടായിരുന്നില്ല. ഇന്ന് കുട്ടികളുടെ പഠനകാര്യത്തിൽ എത്ര സംഖ്യ ചെലവഴിക്കാനും രക്ഷിതാക്കൾ സന്നദ്ധമാകുന്ന അവസ്ഥയിൽ, അത് ബാങ്കിൽ നിന്ന് വലിയ നിലയിൽ കടം വാങ്ങിയിട്ടായാലും കുട്ടികളുടെ പഠനകാര്യത്തിൽ ഇടപെടുന്ന ഒരു രീതി ഇന്ന് വളർന്നു വന്നിട്ടുണ്ട്. പഴയ കാലത്ത് ലോണും കിട്ടില്ല, രക്ഷിതാക്കൾക്ക് വരുമാനവുമില്ല. അതുകൊണ്ട് അത്ര ആഗ്രഹിച്ചാലും ഇതൊന്നും നടത്താൻ കഴിയുമായിരുന്നില്ല. പക്ഷെ ഇന്നത്തെ അവസ്ഥ മാറി. അത് കുട്ടികൾ രക്ഷിതാക്കൾ പ്രയോജനപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം മോശമായതുകൊണ്ടാണ് കുട്ടികൾ മറ്റിടങ്ങളിൽ പോയി പഠിക്കുന്നത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് അത്രത്തോളം ശരിയാണ് എന്ന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ നാടിന് അഭിമാനമായി മണിമുത്തുകളായി ഈ കുട്ടികൾ, ഈ വിദ്യാർത്ഥികൾ മാറിയിരിക്കണം. നിങ്ങൾ ഈ നാടിന്റെ ചരിത്രമായി മാറും. നിങ്ങൾ പഠിച്ച പ്രാഥമിക വിദ്യാഭ്യാസമാണ് ഇവിടെ 1ാം ക്ലാസ് തൊട്ട് +2 വരെ. ആ +2 വരെയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞ് നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പോവുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖല, പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചൊക്കെ കുറെ ആളുകൾ പറയുന്നുണ്ട് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ എത്രമാത്രം മനോഹരമായ നിലയിൽ നമ്മുടെ മുൻ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ, ഇന്നത്തെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി മാറുന്ന നിലയിലേക്ക് നമ്മുടെ കേരളം ദൈവത്തിന്റെ സ്വന്തം ആണ് മാറുക. അതിന് ഏറ്റവും അതിന്റെ അടിത്തറയായ നമ്മുടെ വായനശാല, അതുപോലെ പഞ്ചായത്തിൽ നിന്നുള്ള നമ്മുടെ അംഗീകാരങ്ങൾ, അതുപോലെ ഇങ്ങനെയുള്ള നാടിന്റെ ഒരു കൂട്ടായ്മയുടെ ഒരു കൈപിടിച്ചുയർത്തലാണ് ഒരു വിദ്യാർത്ഥിയെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത്. അവിടെ എല്ലാവരും സൂചിപ്പിച്ചു നമ്മൾക്ക് നാടിന് അഭിമാനമാണ് എന്നുള്ളത്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഇപ്പൊ എല്ലാ പഞ്ചായത്തിലും ഇതുപോലുള്ള വിജയോത്സവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
സ്റ്റുഡൻസും നല്ല ജോബ് ഓറിയന്റഡ് കോഴ്സിനെ പറ്റി ചോദിക്കാറുണ്ട്. ഐ ഓൾവേസ് സജസ്റ്റ് ആംപിയർ ബിക്കോസ് ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഇതുപോലുള്ള ബഹുനില കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കാൻ എന്നെ പ്രാപ്തിയാക്കിയത് ആംപിയർ ITI. ആംപിയറിലെ മികച്ച പ്രാക്ടിക്കൽ സൗകര്യത്തോടുള്ള പഠനം എനിക്ക് എന്റെ ഡ്രീം ജോബ് നേടിത്തന്നു. ഇന്ന് ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അതിനെന്നെ പ്രാപ്തനാക്കിയത് ആംപിയർ ITI ആണ്. എനിക്ക് മാത്രമല്ല ഒരുപാട് പേർക്ക് വിദേശത്ത് ജോലി നേടിത്തന്നത് ആംപിയർ ITI ആണ്. 100% ജോലി സാധ്യതയുള്ള സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് കോഴ്സുകൾ. ആംപിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് പ്രൈവറ്റ് ITI, ന്യൂ ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ.